AB Ganesh Kumar NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്ത്. ഗണേഷ് കുമാറിന് മാത്രം ഡയറക്ടർ ബോർഡ് അംഗത്വം പുതുക്കി നൽകിയില്ല. പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പിന്തുണയില്ലാതെ വന്നതോടെയാണ് അംഗത്വം പുതുക്കി നൽകാതിരുന്നത്. ഗണേഷ് കുമാർ ഒഴികെ കാലാവധി കഴിഞ്ഞ മറ്റ് 8 പേർക്കും അംഗത്വം പുതുക്കി നൽകി. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ താലൂക്ക് യൂണിയനുമായി ഏറ്റുമുട്ടലായിരുന്നു ഗണേഷ് കുമാർ. തീരുമാനം പ്രവർത്തനം നോക്കിയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. പത്തനാപുരം താലൂക്ക് യൂണിയനെതിരെ KB ഗണേഷ് കുമാറും രംഗത്തെത്തി. ഇല്ല മോനെ, ഞാൻ ഒരു ടൈമിലേ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിലുണ്ടായിരുന്നു, ഇപ്രാവശ്യം ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ NSSൽ ഈ മരിക്കുന്നവരെ സ്ഥാനം ഇരിക്കുന്ന ആളാണോ? അല്ലല്ലോ, മാറി തിരിഞ്ഞൊക്കെ വരും. പ്രാദേശികമായി ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ ഇതിനൊരു ഘടകമായി മാറിയിട്ടുണ്ടോ? ഇതിന്റെ ഭാഗമായിരിക്കാം. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. തുടർന്ന് പ്രവർത്തനങ്ങൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. അതിന്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. പ്രാദേശികമായി കമ്മിറ്റിയിൽ 12 പേരെ പിന്തുണ എനിക്കുണ്ട്. അതാണ് ഡെമോക്രസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സ്ഥാനമാനങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല. NSSൽ വന്ന അതിന് വേണ്ടല്ല. ഞാൻ ജനറൽ സെക്രട്ടറിക്ക് പിന്തുണ കൊടുക്കുന്ന ആളാണ്. ഒരു തെറ്റ് ജനാധിപത്യ രീതിയിലുള്ള പത്തനാപുരം നടന്ന ജനാധിപത്യമല്ല. അത് സൂപ്രണ്ട് രജിസ്റ്റർ ചെയ്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ രേഖയുണ്ട്. മുന്നോട്ട് നടപടി നിയമ നടപടിയൊന്നുമില്ല. NSSനെതിരെ ഒന്നും കേസ് കൊടുക്കില്ല. 14 വർഷത്തിന് ശേഷമാണ് ബോർഡിൽ അല്ല, ഞാൻ ഒരു ടൈമിൽ ഇരുന്നു. കഴിഞ്ഞ ടൈമിൽ മാത്രമേ ഉണ്ടായി. ഈ 3 വർഷം മാത്രമേ ഇരുന്നു. ഞാൻ 14 വർഷം അദ്ദേഹത്തില്ല. ഇല്ല, അതൊക്കെ അദ്ദേഹത്തിന് അറിയിച്ചിട്ടുണ്ട്, എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇല്ല, അത് കുഴപ്പമില്ല. അവരാവശ്യപ്പെട്ടാണ്, ഞാൻ ചോദിച്ചില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതും ചോദിച്ചിട്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നെ വെച്ചതും അദ്ദേഹം തന്നെ വെച്ചാണ്. ഞാൻ ചോദിച്ചിട്ട് വെച്ചതല്ല. ഞാൻ ചോദിക്കത്തില്ല. എനിക്ക് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ തരും. ഞാൻ അദ്ദേഹത്തോട് പണ്ടും പറഞ്ഞിട്ടുണ്ട്, കൂടെ ഉണ്ടാവും. പക്ഷേ സ്ഥാനമാനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചു, ബോർഡിൽ വെച്ചു. ഇപ്രാവശ്യം വേറൊരാളാണ് നല്ലതെന്ന് തോന്നി വെച്ചു. അതിനെന്താ കുഴപ്പം? അതിലൊന്നും കുഴപ്പമൊന്നും. അദ്ദേഹം NSSനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സുകുമാരൻ നായർ സാറിന് അധികാരമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹത്തിന്റെ കാലാവധി ഇത്തവണ തീർന്നു, വീണ്ടും എടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പുറത്താക്കിയൊന്നുമില്ല. ഓരോ താലൂക്കിലെ പ്രവർത്തനം അനുസരിച്ചാണ് മാറുന്നത്. ചിലപ്പോൾ 2 പേര് മാറ്റി, ചിലപ്പോൾ 3 പേരെ മാറ്റി. ഇത്തവണ ഒരാളേ ഉള്ളൂ. ബാക്കി 8 പേരും യൂണിയനെ സംബന്ധിച്ച് യഥാർത്ഥ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് കോറം നഷ്ടപ്പെടത്തക്ക രീതിയിൽ രാജിവെടുത്തത്. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. അതെന്താ കേസ് കൊടുക്കാത്ത? ജനാധിപത്യം ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. ജനാധിപത്യം ഇല്ലെന്ന് NSS ജനാധിപത്യം ഇല്ലെന്ന് ആരെങ്കിലും പറയാമോ? മുഖ്യമന്ത്രി VD സതീശനെതിരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. സതീശൻ അഹങ്കാരി എന്നാണ് വിമർശനം. സതീശൻ വിചാരിച്ചാൽ NSSനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. NSS വിചാരിച്ചാൽ പലതും സാധിക്കുമെന്നും ബജറ്റ് യോഗത്തിൽ സുകുമാരൻ നായർ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയിട്ടും NSSന് നൽകിയില്ല എന്നാണ് വിമർശനം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് അംഗീകാരം നൽകിയത്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. 2014 വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം തയ്യാറായത്. 70 കേസുകളിലാണ് അന്വേഷണം തുടരുന്നത്. മൈക്രോ ഫിനാൻസ് വിഷയത്തിലെ കോടതി വിമർശനം കോടതി ഉത്തരവ് വന്ന ശേഷം പരിശോധിക്കുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ നിലപാട് കടുപ്പിച്ച മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനകൾ. MSF സർക്കാരിന് കത്ത് നൽകിയതിന് പിന്നാലെ യൂത്ത് ലീഗ് വള്ളികുന്ന് നിയോജക മണ്ഡലം കമ്മിറ്റി ഈ നീക്കത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ, ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്ത, ഫെഡറൽ തത്വങ്ങൾ ദുർബലപ്പെടുത്തുന്ന PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കരുതെന്നാണ് പ്രമേയം. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാൻഡേറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് ജനങ്ങൾ നൽകിയത്. മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറണം. കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും ബാധ്യതയാണെന്നും പ്രമേയം പറയുന്നു. കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തങ്ങളുടെ വർഗീയ അജണ്ടകൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യക്ക് മാതൃകയായി മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനാധിപത്യ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനും വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് വർഗീയ അജണ്ടകൾ പ്രസരിപ്പിക്കാനുള്ള നീക്കത്തിനുമുള്ള സംഘപരിവാറിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതെ ആ കെണിയിൽ നിന്ന് ജനാധിപത്യ കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്ന് ഐക്യകണ്ഠേന ഈ പ്രമേയത്തിലൂടെ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.